ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്തവണത്തെ ഓണത്തിൻ്റെ പ്രിപ്പറേഷനും ആഘോഷവും പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇന്നൊരു ഉത്രാട ദിവസമാണ്. ഞാൻ രാവിലെ എണീറ്റ് അല്ലറ ചില്ലറ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ചെയ്തു. വീട്ടിലാദ്യം ഞാൻ ക്ലീനിങ്ങിൽ അത്ര സൂപ്പറൊന്നുമല്ല, എന്നാലും എനിക്ക് പറ്റണ പോലെയൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു. അമ്പലത്തിൽ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ഇവിടുത്തെ അമ്പലം 10 മണിക്കാണ് തുറക്കുക. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ പോയി ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇഞ്ചി ചായ ഉണ്ടാക്കി. അപ്പോൾ ഈ കൂട്ടത്തിൽ ഇഞ്ചി ചായ ലവേഴ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഓടിപ്പോയി കുളിച്ച് റെഡിയായി ഓണക്കോടിയൊക്കെ ഇട്ട് ഇറങ്ങി. ഇത്തവണ നാട്ടിൽ പോയപ്പോൾ അമ്മ തയ്ച്ച് തന്നാണ് ഈ പാവാടയും ബ്ലൗസും. അപ്പോൾ തണുപ്പാണെങ്കിൽ സാരമില്ല, ഓണമല്ലേ. അപ്പം ഞാൻ അതൊക്കെ ഇട്ട് റെഡിയായി അമ്പലത്തിൽ പോകാൻ സെറ്റായി. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങി. ഇവിടുന്ന് ഒരു 20 മിനിറ്റ് ദൂരമുണ്ട്. മാരിയമ്മൻ കോവിലാണ് ഇവിടെ ഉള്ളത്. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ സുഖമായിട്ട് തൊഴുതിറങ്ങി. അവിടെ നിന്ന് നേരെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോയത്. പിറ്റേ ദിവസം തിരുവോണത്തിന് സദ്യ ഒരുക്കാനായിട്ട് ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ. ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത് അവിടെ ചെന്നിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അവിടുത്തെ ഉഴുന്നുവടയും പരിപ്പ് വടയൊക്കെ ആക്കാമെന്ന്. നല്ല ടേസ്റ്റാണ് ആ സാധനങ്ങൾക്കൊക്കെ, ഭയങ്കര വിലക്കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയ ഐറ്റംസ്. ബാക്കിയുള്ള വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കുക്കിങ്ങും ബഹളവും തിരക്കൊക്കെ കാരണം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കുട്ടി സ്നിപ്പറ്റ്സ് എടുത്തിട്ടുണ്ട്, അതാണ് ഞാൻ കാണിക്കുന്നത്. ഇതാണ് എൻ്റെ പൂക്കളം തിരുവോണത്തിൻ്റെ അന്നുള്ളത്. ഞങ്ങളുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ സുന്ദരിക്ക് പൊട്ടുകുത്തൽ ഗെയിം കളിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം അതൊക്കെ കളിച്ചു. അപ്പോഴേക്കും എല്ലാവർക്കും ക്ഷീണമായി, വയറൊക്കെ നിറഞ്ഞു. അങ്ങനെ അതായിരുന്നു നമ്മുടെ ഇത്തവണ ഓണം. ഒരു കുട്ടി ഓണമായിരുന്നു. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടുത്തെ കൊച്ചു വിശേഷങ്ങളൊക്കെ കേൾക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.